ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിന്ന് ഇന്ന് തിരുസഭ നമ്മെ ജോർദാൻ നദീതീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മാനസാന്തരം ആഗ്രഹിച്ചെത്തിയ പാപികളുടെ കൂട്ടത്തിൽ പാപരഹിതനായ യേശുവും നിൽക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ വളരെ ന്യായമായ ഒരു ചോദ്യം ഉദിച്ചേക്കാം. പാപരഹിതനായ ദൈവപുത്രനായ യേശു പാപികൾക്ക് വേണ്ടിയുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്തുകൊണ്ട്? ഉത്തരം ലളിതമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന നിലയിൽ യഹൂദ വംശം വിശുദ്ധമായിരുന്നതിനാൽ യഹൂദമതം സ്വീകരിക്കുന്ന വിജാതീയർക്ക് മാത്രമേ മാനസാന്തരത്തിൻ്റെ സ്നാനം ആവശ്യമുള്ളൂ എന്ന പരമ്പരാഗത വിശ്വാസം യഹൂദന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ യോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ ഫലമായി യഹൂദ ചരിത്രത്തിൽ ആദ്യമായി തങ്ങളുടെ പാപങ്ങളെക്കുറിച്ചും മാനസാന്തരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവാന്മാരായി തീർന്ന ജനവുമായി സ്വയം അനുരൂപനായി തീരാനാണ് യേശു യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ചത്. അവിടത്തേക്ക് ശുദ്ധീകരണം ആവശ്യമായതുകൊണ്ടല്ല, നമുക്കത് ആവശ്യമായതുകൊണ്ടാണ്. നദിയെ വിശുദ്ധീകരിക്കാനും ജലത്തെ ദൈവത്തിൻ്റെ രക്ഷാകരമായ കൃപയുടെ എക്കാലത്തെയും വലിയ ഉറവിടമായി മാറ്റാനുമാണ് അവിടുന്ന് നദിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ജോർദാൻ നദിയിൽ ഇറങ്ങിക്കൊണ്ട് ഒരു പുതിയ പുറപ്പാട് നയിക്കുന്നതിലേക്ക്, സ്വർഗമാകുന്ന യഥാർത്ഥ വാഗ്ദാന ദേശത്തേക്ക് തൻ്റെ ജനത്തെ നയിക്കുന്നതിന് സ്വയം വിനീതനാകുകയാണ് യേശു. പ്രിയപ്പെട്ടവരെ, ഇന്നീ തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ യേശുവിൻ്റെ ജീവിതത്തിലെ വെറുമൊരു സംഭവമല്ല അനുസ്മരിക്കുന്നത്, മറിച്ച് നമ്മുടെ തന്നെ ജീവിത രഹസ്യത്തെയാണ്. ജോർദാനിൽ ക്രിസ്തുവിന് സംഭവിച്ച കാര്യം കൂദാശയിലൂടെ നമുക്കോരോരുത്തർക്കും സംഭവിച്ചതും ഇന്നും ജ്ഞാനസ്നാനത്തിലൂടെ ദൃശ്യമായി തീരുന്നതുമാണ്. ഒന്നാമതായി, സ്വർഗം തുറക്കപ്പെട്ടു. യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഇതൊരു കാവ്യാത്മകമായ വിവരണമല്ല, മറിച്ച് ഒരു ദൈവശാസ്ത്ര പ്രഖ്യാപനമാണ്. ഏദൻ തോട്ടത്തിൽ വച്ച് പാപം വഴി ആദം അടച്ചുകളഞ്ഞ സ്വർഗവാതിലുകൾ ക്രിസ്തു വീണ്ടും തുറക്കുന്നു. ഇപ്പോൾ ദൈവം അകലെയല്ല, അവിടുന്ന് നമ്മുടെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ അംബ്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ മാമോദീസയിൽ സ്വർഗം തുറക്കപ്പെട്ടു, അങ്ങനെ ആദത്തിൻ്റെ പറുദീസ പുനഃസ്ഥാപിക്കപ്പെട്ടു. മാമോദീസയിൽ ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിന് മുകളിലായി സ്വർഗം തുറക്കപ്പെടുകയാണ്. മാമോദീസ സ്വീകരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മുകളിലും സ്വർഗം ഇന്നും തുറക്കപ്പെടുകയാണ്. ഇടിമുഴക്കത്തിലോ അഗ്നിയിലോ അല്ല, മറിച്ച് വിശ്വാസത്തിലാണ്. ദൈവം മനുഷ്യരാശിയെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ് ഓരോ മാമോദീസയും. മാമോദീസ വൈകിക്കുമ്പോൾ ഈ സ്വർഗം വൈകിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ 3 മാസം കഴിയട്ടെ, 1 വർഷം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അന്യായമായി നീട്ടിക്കൊണ്ടു പോകുമ്പോൾ മാതാപിതാക്കൾ ഓർക്കണം, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് ഈ സ്വർഗം നിഷേധിക്കുകയാണ്. ആ കുഞ്ഞിനെ ദൈവത്തിൻ്റെ കുഞ്ഞാകാൻ അനുവദിക്കാതിരിക്കുകയാണ്. സ്വർഗം എത്രയും വേഗം സമ്മാനിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നുവെന്ന് സുവിശേഷം പറയുന്നു. ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ തുടക്കമാണ് മാമോദീസ. മാമോദീസ സ്വീകരിക്കുന്ന നിമിഷം മുതൽ ജ്ഞാനസ്നാനമേറ്റയാൾ ഒരിക്കലും തനിച്ചല്ല. ആത്മാവ് വഴി നടത്തുകയും ശക്തിപ്പെടുത്തുകയും തിരുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതിനാൽ മാമോദീസ കൃപയുടെ ആജീവനാന്ത യാത്രയുടെ തുടക്കമാണ്. ജെറൂസലേമിലെ വിശുദ്ധ സിറിൽ പഠിപ്പിക്കുന്നു, ആത്മാവ് ജലത്തിന്മേൽ വരുന്നു, അങ്ങനെ പഴയ ജീവിതം സംസ്കരിക്കപ്പെടുകയും പുതിയൊരു ജീവിതം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. തുടർന്ന് സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ സ്വരം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക. പരസ്യജീവിതം തുടങ്ങുന്നതിനോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനോ പ്രസംഗിക്കുന്നതിനോ മുൻപെയാണ് യേശു ഈ വാക്കുകൾ കേൾക്കുന്നത്. അവിടുത്തെ ദൗത്യം ഒഴുകിയിറങ്ങുന്നത് അവിടുത്തെ വ്യക്തിത്വത്തിൽ നിന്നാണ്. താൻ ആരാണെന്നും താൻ ആരുടേതാണെന്നും അവിടുത്തേക്കറിയാം. മാമോദീസയിൽ ഓരോ വ്യക്തിയോടും ദൈവം നിശബ്ദമായിട്ടാണെങ്കിലും സത്യമായിട്ടും ഇതേ വാക്കുകൾ പറയുന്നു, നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ്. മാമോദീസ പാപത്തെ കഴുകിക്കളയൽ മാത്രമല്ല, അതൊരു ദത്തെടുക്കൽ കൂടിയാണ്. ജ്ഞാനസ്നാനമേൽക്കുന്ന ആൾ ദൈവമകനും മകളും ക്രിസ്തുവിൻ്റെ അവയവവും നിത്യജീവൻ്റെ അവകാശിയുമായി മാറുന്നു.
ഇന്ന് ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധി അവൻ ആരെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടാ എന്നതാണ്. തിരുവെഴുത്ത് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ക്രിസ്തുവിലൂടെ നാം വെറും അനുയായികളോ ദാസന്മാരോ അല്ല, പുത്രനിലുള്ള പുത്രന്മാരും പുത്രിമാരുമാണ്, അവകാശികളുമാണ്. ഇത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കൃപയാൽ ലഭിച്ച ദാനമാണ്. എങ്കിലും പല ക്രൈസ്തവരും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളായല്ല, അനാഥരായാണ്, പുത്രന്മാരായല്ല, അടിമകളായാണ്, അവകാശികളായല്ല, അപരിചിതരായിട്ടാണ്. അങ്ങനെ കാണുമ്പോൾ ജ്ഞാനസ്നാനം ബാല്യകാല ആചാരമായി ചുരുങ്ങുന്നു, കഴിഞ്ഞുപോയ ഒരു സംഭവമായും ഒരു സർട്ടിഫിക്കറ്റായി മാത്രം മാറുകയും ചെയ്യുന്നു. ജീവിതത്തെ രൂപപ്പെടുത്തുന്ന വിളിയായി അത് മാറുന്നില്ല. അതുകൊണ്ടാണ് പല ക്രൈസ്തവരും തങ്ങളുടെ തിരിച്ചറിയൽ തേടുന്നത് ദൈവപുത്രർ എന്നതിനേക്കാൾ ഉപരി സമ്പത്തിലും അധികാരത്തിലും ജാതിയിലും സ്ഥാനമാനങ്ങളിലും മനുഷ്യരുടെ അംഗീകാരത്തിലുമൊക്കെയായി തീരുന്നത്. ഈ പ്രതിസന്ധി വളരെ വ്യക്തമാകുന്ന ലക്ഷണങ്ങൾ പിതാവിൽ ആശ്രയിക്കാതെ ഭാവിയെ ഭയപ്പെടൽ, ലോകത്തിൻ്റെ അംഗീകാരം നേടാൻ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യൽ, ദൈവത്തോടുള്ള ബന്ധമില്ലാത്ത മത ആചാരങ്ങൾ മാത്രം അനുഷ്ഠിക്കൽ, സന്തോഷവും ധൈര്യവും ദൗത്യബോധവും നഷ്ടപ്പെടൽ എന്നിവയാണ്. ദൈവത്തിൻ്റെ മകനോ മകളോ എന്നത് ഒരു പദവിയല്ല, അത് ജീവിതശൈലിയാണ്. മക്കൾ പിതാവിൽ വിശ്വസിക്കുന്നു, മക്കൾ പിതാവിനെ അനുകരിക്കുന്നു, മക്കൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള പിതാവിൻ്റെ കരുതൽ പങ്കുവയ്ക്കുന്നു. ക്രൈസ്തവർ തങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് മറന്നാൽ ക്രിസ്തുമതം ബന്ധമില്ലാത്ത നിയമസംഹിതയായി മാത്രം ചുരുങ്ങുന്നു, സ്നേഹമില്ലാത്ത കടമയാകുന്നു, സാക്ഷ്യമില്ലാത്ത ആരാധനയാകുന്നു. ഈ പ്രതിസന്ധിയുടെ പരിഹാരം കൂടുതൽ പ്രവർത്തനങ്ങളല്ല, പിതാവുമായുള്ള ആഴത്തിലുള്ള ഐക്യമാണ്. ഓരോ ദിവസവും കുരിശു വരയ്ക്കുമ്പോൾ നമ്മുടെ ജ്ഞാനസ്നാനം ഓർക്കുക, പിതാവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുക, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ ആത്മാവിനെ അനുവദിക്കുക. ദൈവമക്കളാണ് തങ്ങളെന്ന തിരിച്ചറിവ് ക്രിസ്ത്യാനികൾ വീണ്ടെടുക്കുമ്പോൾ മാത്രമേ അവർക്ക് അരക്ഷിതാവസ്ഥയ്ക്ക് പകരം അന്തസ്സോടെയും, ഭയത്തിന് പകരം അനുസരണയോടെയും, സ്വാർത്ഥതയ്ക്ക് പകരം ദൗത്യബോധത്തോടും കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. സഭയിൽ പേരിന് മാത്രം അംഗങ്ങളായ ക്രിസ്ത്യാനികളെയല്ല ലോകത്തിന് ആവശ്യം, മറിച്ച് പിതാവിൻ്റെ മക്കളായി ജീവിക്കുന്നവരെയാണ്. നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളാണെന്ന് വെറുതെ ഏറ്റുപറയുന്നതിലുപരി അതാഴമായി വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ക്രിസ്ത്യാനികൾ നേരിടുന്ന ഈ സ്വത്വ പ്രതിസന്ധി അവസാനിക്കുകയുള്ളൂ. പ്രിയ മാതാപിതാക്കളെ, ജ്ഞാനമാതാപിതാക്കളെ, ദൈവം ഈ വ്യക്തിത്വം നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. ലോകം പല ലേബലുകളും തെറ്റായ അളവുകോലുകളും നൽകിയേക്കാം. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന ബോധ്യം വാക്കുകളിലൂടെയും മാതൃകയിലൂടെയും കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം. യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാമോദീസയെ ഓർക്കാം. മാമോദീസ സ്വീകരിച്ച നാം ഓരോ ദിവസവും അത് ജീവിക്കേണ്ടിയിരിക്കുന്നു. ഓരോ തവണ കുരിശടയാളം വരയ്ക്കുമ്പോഴും, ഓരോ തവണ തീർത്ഥജലം തൊടുമ്പോഴും, വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴും നാം നമ്മുടെ വ്യക്തിത്വം പുതുക്കുകയാണ്, കൃപകൾ നവീകരിക്കുകയാണ്. ക്ഷമിക്കപ്പെട്ടവരായ നാം മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടും മുറിവേറ്റ ഈ ലോകത്തിൽ പ്രകാശത്തിൻ്റെ മക്കളായും ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മഹാനായ വിശുദ്ധ ലയോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, ക്രിസ്ത്യാനി, നിന്റെ മഹത്വം തിരിച്ചറിയുക. ദൈവ സ്വഭാവത്തിൽ പങ്കാളിയായ നീ നിന്റെ പഴയ വഴികളിലേക്ക് തിരിച്ചു പോകരുത്. മാമോദീസയ്ക്ക് ശേഷം ഈശോ ജോർദാൻ വിട്ട് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് പോലെ നമ്മുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കേണ്ടത്. മാമോദീസ ഒരവസാനമല്ല, അതൊരു തുടക്കമാണ്. മാമോദീസ തൊട്ടിയിൽ തന്നെ നിൽക്കാനല്ല, മറിച്ച് ലോകത്തിലേക്ക് അയക്കപ്പെടാനാണ് നാം ജ്ഞാനസ്നാനമേറ്റത്. പ്രിയപ്പെട്ടവരെ, നാം പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നവരാണെന്നും ക്രിസ്തുവിനാൽ സ്വന്തമാക്കപ്പെട്ടവരാണെന്നും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്നും ഈ ആഘോഷം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മാമോദീസ ജലത്തിൽ നിന്ന് ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി ജീവിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.